1867 ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർണായകമായ ഒരു വർഷമായിരുന്നു. കാറൽ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ മൂലധനം എന്ന പുസ്തകം വരുന്നു. അതിന്റെ ഒന്നാം ഭാഗം വന്നതിന് ശേഷം രണ്ടാം ഭാഗം ഏംഗൽസ് എഴുതുന്നു. 85-ൽ 1894 ഏംഗൽസ് വീണ്ടും അതിന്റെ മൂന്നാം ഭാഗം എഴുതുന്നു. അത് പിന്നെ മരണാനന്തരം അതിന്റെ സമാഹാരം വരുന്നു. അങ്ങനെ ആ പുസ്തകമൊക്കെ വന്ന് വളരെ വലിയ രീതിയിലാണ് അതിന്റെ കഥകൾ വന്നതിന് ശേഷം ലോകത്ത് ആകപ്പാടെ സംഭവിച്ചിട്ടുള്ള വളരെ വലിയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും CPIയും ചെന്നുപെട്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തേണ്ടതും പാർട്ടിയുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷത്തിന്റെയും പാർട്ടിയുടെയും ഭാവിയെ വിലയിരുത്തേണ്ടത് ഈ പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് വേണം. അതായത് 1912 ലെനിന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് റഷ്യയിൽ ബോൾഷെവിക് പാർട്ടി വരുന്നു. 18 മുതൽ 17 അതിൽ വിപ്ലവം നടക്കുന്നു. 18 അവർ അധികാരത്തിലെത്തുന്നു. 1925 കാൺപൂരിൽ ഡിസംബർ 26 കാൺപൂരിൽ വെച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം വരുന്നു. 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPI ആകുന്നു. പിന്നെ പിണറായിയുടെ പാറപ്പുറത്ത് വെച്ചാണ് CPMന്റെ രൂപീകരണം നടക്കുന്നത്. ഇങ്ങനെ കുറെ കഥകൾ പോകുന്നു. അത് പോട്ടെ, ആ കഥകളൊന്നും നമ്മളിപ്പോൾ എടുക്കുന്നില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന EMS ഒക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എപ്പോഴും തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോഴും മത്സരിക്കുമ്പോഴും ഒക്കെ EMS ധാരാളമായി ലേഖനങ്ങൾ എഴുതുന്നത്, ദേശാമനിലാവട്ടെ, ചിന്തയിലാകട്ടെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലാകട്ടെ, പ്രഭാഷണങ്ങളിലാകട്ടെ, ചോദ്യോത്തര പരിപാടിയിലാകട്ടെ, ഒരുപാട് പുസ്തകങ്ങളിലാകട്ടെ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യമല്ല. തെരഞ്ഞെടുപ്പ് ഒരു വഴി മാത്രമാണ്. പാർലമെന്ററി ജനാധിപത്യം ഈസ് എ വേ, ഒരു വഴി മാത്രമാണ്. നമ്മുടെ മേൽക്കൂര എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. അത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിലേക്ക് പോകുന്ന വർഗ ബഹുജന സംഘടനകളെ, കർഷക തൊഴിലാളികളെ, സ്ത്രീകളെ, കുട്ടികളെ, സകല ജനങ്ങളെയും സംഘടിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു വഴി മാത്രമാണ് പാർലമെന്ററി ജനാധിപത്യം. അതുകൊണ്ട് ആത്യന്തികമായി തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നത് വിജയിക്കുന്നത് ഞങ്ങൾക്ക് വിഷയമേ അല്ല. ഓക്കെ, ആ തിയറി സമ്മതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 1967 ഞാൻ മനസ്സിലാക്കുന്നു. വർഷം എന്തായാലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തിരുത്തണം. 67 തോന്നുന്നു. ഡോക്ടർ MP പരമേശ്വരൻ സോവിയറ്റ് റഷ്യയിലെ എന്തോ രേഖകളൊക്കെ എടുത്താണ്. അദ്ദേഹം ബാർക്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തൃശ്ശൂർക്കാരനാണ്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ നല്ല പ്രായമുണ്ട്, വളരെ സീനിയറാണ്. അപ്പൊ അദ്ദേഹം സോവിയറ്റ് റഷ്യക്ക് വേണ്ടി എന്തോ രേഖ എടുത്തു കൊടുത്തതിലോ എന്തോ ഒരു സംശയമൊക്കെ വന്ന് അദ്ദേഹത്തിന് ഒരു ജോലിയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ നേരെ രാജിവെച്ച് EMSനെ വന്ന് AK സെന്ററിൽ കാണുമ്പോൾ EMS പറഞ്ഞു, 2 നമ്പൂതിരിമാർ ഇതിനകത്ത് ആവശ്യമില്ല, ഞാൻ നമ്പൂതിരിയായിട്ട് ഇതിനകത്തുണ്ടല്ലോ, എന്റെ ബൗദ്ധികമായ ചോദ്യം ഞാൻ ചെയ്തു, അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം, താങ്കൾ പോയി അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് പാർട്ടിയുടെ ബൗദ്ധിക ശ്രേണിയായിട്ട് MP പരമേശ്വരനെ എടുത്തില്ല. ഇത് ആർക്കും അറിഞ്ഞാത്ത കാര്യമാണ്. അപ്പൊ ഡോക്ടർ MP പരമേശ്വരൻ ചെന്നിരുന്നിട്ട് സോവിയറ്റ് ആ കാലഘട്ടത്തിലാണ് സോവിയറ്റ് റഷ്യയുടെ തകർച്ചയും വരുന്നുണ്ട്. അപ്പൊ സോവിയറ്റ് റഷ്യയുടെ ക്ലാസ് നോട്ട് വന്നു, പെരിസ്ട്രോയിക്ക് വന്നു. അപ്പൊ MP പരമേശ്വരൻ സമാന്തരമായ ഒരു അന്വേഷണം നടത്തുകയാണ്. അപ്പൊ MP പരമേശ്വരൻ അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ കിട്ടുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവനയും ഇല്ല എന്നുള്ളത് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയട്ടെ. കാരണം ആലപ്പുഴയിലെ പങ്കജാശക്കുറുപ്പ് എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന വന്ധ്യവയോധികനായ, അദ്ദേഹം മരിച്ചുപോയി കാണും, കാരണം നല്ല പ്രായമായല്ലോ, വന്ധ്യവയോധികനായ ഒരു പങ്കജാശക്കുറുപ്പ് 10 വീട്, 20 വീട്, 30 വീട് കൂട്ടി യോജിപ്പിച്ച് തറക്കൂട്ടങ്ങളും അയൽക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ അയൽക്കൂട്ട സംവാദങ്ങളൊക്കെ നടത്തി മനോഹരമായ രീതിയിൽ ഒരു അയൽപക്ക ജനാധിപത്യം ഉയർത്തിക്കൊണ്ടുവന്നു പങ്കജാശക്കുറുപ്പ് സാറും അവരെ സംഘങ്ങൾ. പക്ഷെ അവരൊരു പാർട്ടിയിലും ഇല്ലാത്തതുകൊണ്ടും പക്ഷത്തിലും ആരും ഇത് ഏറ്റെടുത്തില്ല, ഒരു മനുഷ്യർ ഇത് ഏറ്റെടുത്തില്ല. അങ്ങനെ തറക്കൂട്ടം ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന പഞ്ചായത്തിൽ തറക്കൂട്ടവും അയൽക്കൂട്ടവും അയൽപക്ക കൂട്ടവും ഒക്കെ ഉണ്ടാക്കി വന്ന ഒരു ചിന്താധാര, അതായത് ജനാധിപത്യത്തിന്റെ മറ്റൊരു മുഖം. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ്, ഗാന്ധിജി പറയുന്ന പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ ഗ്രാമസ്വരാജ്, ഇതൊരു വശത്ത് നിൽക്കുന്നു. EMS പറയുന്ന ഈ പറഞ്ഞ സോഷ്യലിസത്തിന്റെയും സർവാധിപത്യത്തിന്റെയും വർഗബഹുജന സംഘടനകളെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ സോഷ്യലിസത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു രീതി, EMSന്റെ രീതി. അവിടെയാണ് ദേശീയ ജനാധിപത്യമാണ് വേണ്ടതെന്നും നാഷണൽ ജനാധിപത്യത്തിലൂടെയാണ്, നാഷണൽ ഡെമോക്രസിയിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് പോകേണ്ടതെന്നും സാർവദേശീയ ജനാധിപത്യമാണ്, ജനകീയ ജനാധിപത്യമാണ് വേണ്ടതെന്ന് CPMഉം ദേശീയ ജനാധിപത്യമാണ് വേണ്ടതെന്ന് CPIയും തമ്മിൽ തെറ്റുന്നു. ഇന്ത്യ ഗവൺമെന്റിനെയും വേണമെങ്കിൽ കോൺഗ്രസിനെയും എല്ലാ നയങ്ങളെയും എതിർക്കേണ്ട കാര്യമില്ല. യോജിക്കാവുന്ന മേഖലകളിൽ ദേശീയ തലത്തിൽ യോജിച്ചുകൊണ്ട് ഭാരതത്തിന്റേതായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കാനുള്ള CPIയുടെ ആഗ്രഹവും, അങ്ങനെയല്ല സാർവദേശീയ ബോൾഷെവിക് പാർട്ടിക്കും ചൈനയുടെയും, ഇതിനിടയിൽ ചൈനയിൽ വിപ്ലവം നടന്നു, 49 ആകുമ്പോൾ ചൈനയിൽ വിപ്ലവം നടന്നു, മാവോസത്തുവിന്റെയും ചൈനയുടെയും ഒക്കെ കാഴ്ചപ്പാട്, പിന്നെ ഹംഗറി, പിന്നെ കുറെ രാജ്യങ്ങളുണ്ട്, റൊമാനിയ, ഹംഗറി പോലുള്ള രാജ്യങ്ങൾ, ഉത്തര കൊറിയ, ഇവിടെയൊക്കെ നടന്ന സാർവദേശീയ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മാർക്സിയൽ ലെനിനിസ്റ്റ് കാഴ്ചപ്പാട് വേണമെന്നുള്ള EMSന്റെ കാഴ്ചപ്പാടും, ദേശീയ ജനാധിപത്യത്തിൽ ഊന്നിയ ഒരു കാഴ്ചപ്പാട് വേണമെന്നുള്ള CPIയുടെ കാഴ്ചപ്പാടും കൂടെയൊക്കെ നിൽക്കുമ്പോഴാണ് ഡോക്ടർ MP പരമേശ്വരന്റെ മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാട് കയറി വന്നത്. ഇത് രണ്ടും ശരിയല്ല, സോവിയറ്റ് റഷ്യ പരാജയപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഇനി വേണ്ടത് ഗ്രാമതലത്തിലുള്ള ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്.
അതിന് അദ്ദേഹം ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഒന്നും ഒരു ഗ്രിപ്പും കിട്ടിയില്ല എങ്കിലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വഴി അദ്ദേഹം നന്നായത് വളർത്തിക്കൊണ്ടുവന്നു. നന്നായി പുസ്തകം ഇതൊന്നും കേരളത്തിലെ CPM പഠിച്ചിട്ടില്ല, പാർട്ടിക്കാർ ആർക്കും ഒരു BJP കാരും കോൺഗ്രസ്സുകാരൊന്നും പഠിച്ചിട്ടില്ല. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് CPM-ന്റെ പ്രതിസന്ധി. CPM-ന്റെ പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിലാണ് CPM നിൽക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് MP പ്രവേശന്റെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് ഡോക്ടർ തോമസ് ഐസക്കിനെ നന്നായി സ്വാധീനിച്ചു. തോമസ് ഐസക്കിനെ സ്വാധീനിക്കുമ്പോൾ തോമസ് ഐസക് എന്തെന്ന് വെച്ചാൽ സമ്പൂർണ്ണ സാക്ഷരതയുടെ പരിപാടിയൊക്കെ വന്നപ്പോൾ തോമസ് ഐസക്കും CP നാരായണനും MK പ്രസാദ് മരിച്ചുപോയി, പ്രസാദ് മാഷും പിന്നെ RV മേനോനൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. ഇവരുടെ ഒരു സംഘം എല്ലാം കൂടെ ചേർന്ന് MP-യുടെ തിയറിക്ക് വലിയ അപ്പർ ഹാൻഡ് കിട്ടി CPM-നകത്ത്. അന്ന് ബാലാനന്ദനും അതുപോലെ തന്നെ പിന്നെ എന്താണ് മറ്റേ MM ലോറൻസ് മരിച്ചുപോയി അടക്കമുള്ള CIT-കാരും അവരെല്ലാം കൂടി EMS-ന്റെ നേതൃത്വത്തിൽ വന്നിട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് തൊഴിലാളി വർഗ സർവാധിപത്യമാണ് വേണ്ടത്, അതിനകത്ത് തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞത് അങ്ങനല്ല, നമുക്ക് ജനാധിപത്യം കൊണ്ടുവരുന്നതിന്റെ പുതിയ മാർഗങ്ങൾ ഗാന്ധിയൻ മാർഗത്തിലും പങ്കജാശക്കുറുപ്പിന്റെ മാർഗത്തിലും ഒക്കെ ആലോചിക്കണമെന്നുള്ള അതെല്ലാം കൂട്ടിക്കുഴച്ച് അവിയൽ പരുവത്തിൽ 4 ലോഹം എന്നൊക്കെ പറഞ്ഞ് എഴുതി MP പരമേശ്വരൻ അവർ ഒരു തിയറി മുന്നോട്ട് വെച്ചു. അത് വളരെയധികം സ്വാധീനിക്കുകയും ഇത് EMS-നെ ഇവർ ട്രാപ്പ് ചെയ്യാൻ പറ്റി. EMS ഇതിനകത്ത് വീണു. EMS കാരണം അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഒരു വൈകാരിക വിഷയമായിട്ട് EMS-ന് ഉണ്ടായിരുന്നത് കൊണ്ടും 57 മുതലേ അധികാര വികേന്ദ്രീകരണം ഒരു പ്രധാന വിഷയമായി വന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ വീഴുകയും അങ്ങനെ ജനകീയാസൂത്രണം ആരംഭിക്കുകയും ചെയ്തു. അവിടെ വന്നപ്പോൾ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വന്നൊരു പ്രത്യേകത തൊഴിലാളി വർഗ സർവാധിപത്യത്തിനു വേണ്ടി വർഗ ബഹുജന സംഘടനകളെ സംഘടിപ്പിച്ചിട്ട് കൊണ്ടുള്ള സമരവും ഭരണവും. ഒരു വശത്ത് ഭരണം വേണം, സമരം വേണം. അതായത് മന്ത്രിസഭ ഒരു കാര്യം ആർക്കെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഒരു തൊഴിലാളി യൂണിയൻ ഒരു കാര്യം കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഉദാഹരണം ഇപ്പൊ അംഗനവാടിക്കാർക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ, ഇപ്പൊ കൊടുത്തല്ലോ. തീരുമാനിക്കുന്ന മുമ്പേ അംഗനവാടിയുടെ CIT-ന്റെ AITs അസോസിയേഷനെ വിളിച്ച് പറയും അടുത്ത മാസം ഞങ്ങൾ തരുമെന്ന്. അപ്പൊ ഇവർ സമരം ചെയ്യും. സമരം ചെയ്ത് സെക്രട്ടേറിയറ്റിൽ വന്ന് വലിയ രീതിയിൽ ഗവൺമെന്റിന് ബഹളം ഉണ്ടാക്കുകയും അവരെ ഒത്തുതീർപ്പിന് വിളിക്കുകയും അവരെ ഡിമാൻഡുകൾ കേൾക്കുകയും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൊടുക്കുകയും ചെയ്യും. അപ്പൊ ജനങ്ങൾക്ക് എന്ത് മനസ്സിലായി? വർഗ ബഹുജന സംഘടനയിൽ അവർ സംഘടിച്ചു കഴിഞ്ഞു, അവർക്ക് ആനുകൂല്യം കിട്ടി. ഇതാണ് വർഗസമര സിദ്ധാന്തം, EMS-ന്റെ സിദ്ധാന്തമാണ്. അപ്പൊ വർഗസമര സിദ്ധാന്തവും തൊഴിലാളി വർഗത്തെ ഇങ്ങനെ സംഘടിപ്പിച്ച് ഓരോ വർഗത്തെ, അത് പുരോഗമന കലാശാസ്ത്രം, ശാസ്ത്ര പരിഷത്ത്, ശാസ്ത്ര സംഘടന, ബാലസംഘം, യുവാക്കളുടെ സംഘടന, മഹിളാ അസോസിയേഷൻ, CIT തന്നെ പല സംഘടനകൾ, പല സ്ഥാപനങ്ങളിൽ പല സംഘടനകൾ, NGO യൂണിയൻ, NGO അസോസിയേഷൻ, ഗസറ്റഡ് ഓഫീസർ യൂണിയൻ, കർഷക സംഘം, കർഷക തൊഴിലാളി, ഇങ്ങനെ സംഘടിപ്പിച്ച് വർഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കണം. ഈ വർഗ ബഹുജന സംഘടനകളെ സമരത്തിലേക്ക് അണിനിരത്തണം. അങ്ങനെ സമരത്തിലേക്ക് അണിനിരത്തുമ്പോൾ കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് സമരത്തിന്റെ ഭാഗമായി കിട്ടിയ ഭാഗമാണെന്ന് ജനങ്ങൾ ധരിക്കുകയും വേണം. ഇതാണ് ആ ഒരു സോഷ്യലിസ്റ്റ് ചേരി. അങ്ങനെ പോകുന്നിടത്താണ് MP പരമേശ്വരന്റെയും ഐസക്കിന്റെയും തിയറി കയറി ഇങ്ങനെ ചെക്ക് വെച്ചപ്പോൾ പിന്നെ ജനകീയാസൂത്രണത്തിൽ മാറിയപ്പോൾ ഈ സമരം എന്നുള്ളത് അങ്ങ് മാറി, ജനാധിപത്യ പ്രക്രിയ ആരംഭിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാവോ? കഴിഞ്ഞ 10-25 വർഷക്കാലത്തെ 1990-ലാണ് ആരംഭിക്കുന്നത്. പഞ്ചായത്ത് റിസോഴ്സ് മാപ്പിംഗ് വന്നു. ഒരൊറ്റ പഞ്ചായത്തിലും പഞ്ചായത്ത് റിസോഴ്സ് മാപ്പിംഗ് ചെയ്തു എന്നുള്ളതല്ലാതെ ഇതെടുത്ത് പ്രയോഗിച്ചിട്ടില്ല. നീർത്തടാക വികസന മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഒരൊറ്റ ബ്ലോക്കിലും അതിർത്തി ചെയ്തിട്ടില്ല, ഒരു പഞ്ചായത്തിലും ചെയ്തില്ല. ഇത് പിന്നെ MP പരമേശ്വരന്റെ ഗ്രാമസഭയൊന്നും വർക്കൗട്ട് ചെയ്തില്ല. MP പരമേശ്വരന്റെ അല്ല, ശരിക്കും ഗാന്ധിജിയുടെയാണ്, അതും വർക്കൗട്ട് ചെയ്തില്ല. പങ്കാശക്കുറുപ്പിന്റെ അയൽക്കൂട്ടവും വർക്കൗട്ട് ചെയ്തില്ല. ഇതൊന്നും വർക്കൗട്ട് ചെയ്യാതെ പോകുന്ന ഒരു വശത്ത് CPM ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞു. ആ പ്രതിസന്ധിയിൽ നിന്ന് താഴെ നിന്ന് ഉണ്ടായി വരുന്ന ഈ ജനാധിപത്യ പ്രക്രിയ ഉയർന്നു വന്നതുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഗ്യാപ്പ് വന്നു, ഒരു വ്യാക്വം വന്നു അവിടെ. ഈ വ്യാക്വം എന്ന് പറയുന്നത് എന്തായി മാറി? വികസനം എന്നൊരു വ്യാക്വമാണ് വന്നത്. ആ വികസന വ്യാക്വത്തിലേക്ക് ആര് കയറി? നരേന്ദ്രമോദി കയറി, വികസിത ഭാരതം. രാജീവ് ചന്ദ്രശേഖർ കയറി, വികസിത കേരളം, വികസിത അനന്തപുരി. ഈ ട്രാപ്പിൽ CPM വീണുപോയി. ഇപ്പൊ അതിന്റെ ഇടയിൽ CPM ചെയ്ത പണി എന്താണ്? നയനാരുടെ കാലം വരെ അല്ലെങ്കിൽ അച്യുതാനന്ദന്റെ കാലം വരെ ഈ താഴെത്തട്ടിലെ അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് എടുത്തിരുന്നു. പിണറായി വിജയൻ വന്നപ്പോൾ പാർട്ടിയുടെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി ഇതെല്ലാം ചർച്ച ചെയ്യണമെന്ന് സഖാക്കൾ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഐസക്കിനെ പോലെയുള്ള സകലപേരെയും പുറത്താക്കി. CM-ന്റെ ആഫീസിൽ പ്രത്യേക സെല്ല് തന്നെ ഉണ്ടായിരുന്നു. ആരെങ്കിലും ചെന്നാൽ തോമസ് ഐസക്കിന്റെ ആളാണോ പരിഷത്തിന്റെ ആളാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെട്ടി പോകും. പിന്നെ ചില IAS-കാരുടെ കെയർ ഓഫിലൊക്കെ ചിലർ കയറി പറ്റി പരിഷത്തുകാരൊക്കെ എല്ലാവരും വെട്ടിയിട്ട് നമുക്ക് വേണ്ടത് പങ്കാളിത്ത ജനാധിപത്യമോ ഗ്രാമസഭയോ അല്ല എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുകയാണ്. നല്ല രസമാണ് കേരളത്തിൽ. അങ്ങനെ തീരുമാനിച്ചിട്ട് സിംഗപ്പൂരാക്കാനുള്ള തീരുമാനം നടക്കുകയാണ്. അപ്പൊ ഒരു വശത്ത് സിംഗപ്പൂരാക്കാനുള്ള തീരുമാനം 40% പൈസ താഴേക്ക് കൊടുത്തു. അവിടെ ഈ ജനാധിപത്യ പ്രക്രിയ നടന്നുമില്ല, ജനങ്ങളെ വിളിച്ചുകൂട്ടലും നടന്നില്ല. അവിടെ പങ്കുവെപ്പും പങ്കിടലും അഴിമതിയും കാര്യങ്ങളും കണ്ട് മുഖാമുഖം ജനം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ കേന്ദ്രീകരണ സംവിധാനത്തിൽ നിന്ന് പിണറായി വിജയന്റെ സർക്കാർ എന്ത് ചെയ്തു? 10 വർഷമായി
കേന്ദ്രീകൃത സംവിധാനത്തിൽ ശുചിത്വ മിഷൻ എന്നും പിന്നെ നവകേരള സദസ്സെന്നും നവകേരള മിഷൻ എന്നും പിന്നെന്താണ് ഹരിത കേരള മിഷൻ എന്നും ഒക്കെ പറഞ്ഞ് കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് താഴെയുള്ള ജനാധിപത്യ പ്രക്രിയയെ കൊന്നു. അപ്പൊ MP പരമേശ്വരന്റെയും തോമസ് ഐസക്കിന്റെയും താഴെയുള്ള ജനാധിപത്യ പ്രക്രിയ വളർന്നു വന്നുമില്ല. മോളിലുള്ള വർഗ വിഭജന സംഘടനാ സിദ്ധാന്തം പ്രവർത്തിച്ചുമില്ല. സിംഗപ്പൂർ ആക്കാൻ പറ്റിയോ? സിംഗപ്പൂരും ആക്കാൻ പറ്റിയില്ല. മലേഷ്യ ആക്കിയോ? ഒന്നും ആക്കാൻ പറ്റിയില്ല. ആകപ്പാടെ പറ്റിയത് പിണറായി വിജയൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി, അതേ പറ്റിയുള്ളൂ, വേറെ ഒന്നും പറ്റിയില്ല. ഈ ഒരു ഗ്യാപ്പ്, ഒരു വാക്വം ഉണ്ട് ഇപ്പോൾ. ഇത് എം എ ബേബിയും ഗോവിന്ദ മാഷും ഒക്കെ കേൾക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഗോവിന്ദ മാഷിനേക്കാൾ എനിക്ക് MA ബേബിയോടാണ് അങ്ങനെ താല്പര്യം. നിങ്ങൾ ഈ വർഗ വിഭജന സംഘടനാ സിദ്ധാന്തവും ഇന്ന് കേരളത്തിൽ CPM സംഭവിച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്ര ദാരിദ്ര്യവും പ്രത്യയശാസ്ത്രത്തിൽ ഉണ്ടായ കുഴപ്പവും അപകടവും നിങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യാതെ, അതിൽ ഏത് വഴിയാണ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാതെ, ഒന്നുകിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ MP പരമേശ്വരൻ അടക്കമുള്ള ഗാന്ധിജി അടക്കമുള്ള പങ്കയാശക്കുറിപ്പ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതിന്റെ സിദ്ധാന്തത്തിലേക്ക് പോകണം. അത് നിങ്ങൾക്കൊരു മാർഗമാണ്. അല്ലെങ്കിൽ പഴയതുപോലെ വർഗ ബഹുജന സമരത്തിലേക്ക് പോകണം. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുമ്പോഴാണ് ഹിന്ദുക്കളെ സംഘടിപ്പിക്കണോ, ഹിന്ദുക്കളെ കാര്യത്തിലേക്ക് പോകണോ, അയ്യപ്പന്റെ പുറകെ പോകണോ, പാട്ടിന്റെ പുറകെ പോകണോ, പിന്നെ മുസ്ലിങ്ങളെ പുറകെ പോകണോ, ക്രിസ്ത്യാനികളെ പുറകെ പോകണോ, അങ്ങനെ ഒരു ഗ്യാപ്പിൽ നിൽക്കുമ്പോൾ അന്തം വിട്ട കാള എങ്ങോട്ട് വേണോ ഓടും. അതിനറിഞ്ഞൂടെ എങ്ങോട്ട് ഓടണമെന്ന്. അങ്ങനെ ദിശ തെറ്റി നിൽക്കുകയാണ്. ദയവായി നിങ്ങൾ പ്രത്യയശാസ്ത്ര പ്രതിസന്ധി മനസ്സിലാക്കി പ്രത്യയശാസ്ത്രത്തിലേക്ക് വരിക. അത് വികേന്ദ്രീകൃത ആസൂത്രണ പ്രത്യയശാസ്ത്രത്തിലേക്കും വരാം, നിങ്ങൾക്ക് വർഗ ബഹുജന സംഘടനയുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് വരാം. CPI കൂടി വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ ജനാധിപത്യ സഖ്യം വേണോ, ദേശീയ ജനാധിപത്യം വേണോ, ജനകീയ ജനാധിപത്യം വേണോ, ഇതൊക്കെ കൂടി ജനങ്ങളെ ഒന്ന് പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും പാർട്ടിക്ക് വലിയ ഭാവി ഉണ്ടാവും.